വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസ്സസ്. റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കുറയോ എന്നൊരു ഡൗട്ട് അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ എത്ര സബ്ജക്റ്റ് റീവാലുവേഷൻ കൊടുക്കാം, എത്ര എമൗണ്ട്, ഒരു പേപ്പർ റീവാല് ചെയ്യാൻ എത്ര പൈസ വേണ്ടി വരും, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. റീവാലുവേഷൻ്റെ സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ സൈറ്റ് നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഓപ്പൺ ആവും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റിയും കാര്യങ്ങൾ എങ്ങനെയാണ് റീവാലുവേഷൻ കൊടുക്കുക, ആ സൈറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പേരും രജിസ്റ്റർ നമ്പറൊക്കെ കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇപ്പം 3 ക്വസ്റ്റ്യനാണ് നിങ്ങൾ കാര്യമായിട്ട് ചോദിച്ചത്. ഒന്ന്, റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കുറയുമോ എന്നുള്ളത്. ഒരിക്കലുമില്ല മക്കൾ, മനസ്സിലാക്കിക്കോ. റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കുറയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്കിനേക്കാൾ കുറവാണ് റീവാലുവേഷന് കിട്ടുന്ന മാർക്കെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നല്ല മാർക്ക്, നല്ല ഗ്രേഡ്, അതാണ് എടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ എത്ര സബ്ജക്റ്റാണ് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റുക? കഴിഞ്ഞ വർഷം മുതൽ എല്ലാ സബ്ജക്റ്റുകൾക്കും റീവാലുവേഷൻ കൊടുക്കാം. അതായത് 10 സബ്ജക്റ്റാണ് നിങ്ങൾക്കുള്ളത്. IT ഒഴികെയുള്ള എല്ലാ സബ്ജക്റ്റുകളും റീവാലുവേഷൻ കൊടുക്കാം. കഴിഞ്ഞ വർഷം 400 രൂപയായിരുന്നു ഒരു സബ്ജക്റ്റിന് കൊടുക്കേണ്ട ഫീസ്. ഈ വർഷം എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ അതായത് നിങ്ങൾ 3 സബ്ജക്റ്റ് റീവാല് ചെയ്യണമെങ്കിൽ 1200 രൂപ, 4 ആണെങ്കിൽ 1200 രൂപ, അങ്ങനെ റീവാലുവേഷന് 400 രൂപയാണ് ഒരു സബ്ജക്റ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഈ വർഷം അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, +1 ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യം, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചാനൽ അവൈലബിൾ ആയിരിക്കും. മക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.